എല്ലാവർക്കും നമസ്കാരം. ഇന്ത്യൻ ചരിത്രത്തിൽ നിന്നുമുള്ള പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട അനുബന്ധ വസ്തുതകളും നോക്കുന്ന രണ്ടാമത്തെ പാർട്ട് വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒന്നാമത്തെ ചോദ്യമായി 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഏത്? 1904 ഗാന്ധിജി ഡർബനിൽ നിന്നും ആരംഭിച്ച പത്രം ഇന്ത്യൻ ഒപ്പീനിയനാണ്. മഹാത്മാഗാന്ധിയുമായി ബന്ധപ്പെട്ട പത്രങ്ങൾ അല്ലെങ്കിൽ മാസികകളെ കുറിച്ച് നോക്കാം. ആദ്യമായി തന്നെ ഇന്ത്യൻ ഒപ്പീനിയൻ. ഇന്ത്യൻ ഒപ്പീനിയൻ മഹാത്മാഗാന്ധി സൗത്ത് ആഫ്രിക്കയിലെ ഡർബനിൽ നിന്നും ആരംഭിച്ചത് 1903 ജൂൺ മാസം 4-നാണ്. ഇത് പ്രസിദ്ധീകരിച്ച ഭാഷകൾ ഗുജറാത്തി, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് ഭാഷകളിൽ ഇന്ത്യൻ ഒപ്പീനിയൻ എന്ന പത്രം അന്ന് പ്രസിദ്ധീകരിച്ചു. അത് ആരംഭിച്ച എന്നാണ് 1903 ജൂൺ മാസം 4-ന്. അടുത്തതായി യങ് ഇന്ത്യ എന്ന മാസികയെക്കുറിച്ച് നോക്കാം. യങ് ഇന്ത്യ ഗാന്ധിജി പ്രസിദ്ധീകരണം ഏറ്റെടുത്തത് 1919-ലാണ്. അത് ഇംഗ്ലീഷ് ഭാഷയിലുള്ള ഒരു മാസികയാണ്. സ്വാതന്ത്ര്യ സമരം, സത്യാഗ്രഹം, രാഷ്ട്രീയ ആശയങ്ങൾ എന്നിവ പ്രചരിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട വാരികയാണ് യങ് ഇന്ത്യ. അടുത്തതായി നവജീവൻ. ഇതിൻ്റെ സ്ഥാപകനും മഹാത്മാഗാന്ധിയാണ്. ആരംഭിച്ചത് 1919 ഗുജറാത്തി ഭാഷയിൽ ആരംഭിച്ച ഒന്നാണ് നവജീവൻ. അടുത്തതായി ഹരിജൻ. ഹരിജൻ ആരംഭിച്ചത് ആരാണ്? ഗാന്ധിജി 1933 ആരംഭിച്ചു. സാമൂഹിക പരിഷ്കാരത്തിനും അയിത്ത നിർമ്മാർജ്ജനത്തിനും പ്രാധാന്യം നൽകിയ ഒരു വാരികയാണ് ഹരിജൻ എന്ന വാരിക. സാമൂഹിക പരിഷ്കാരത്തിനും അയിത്ത നിർമ്മാർജ്ജനത്തിനും പ്രാധാന്യം നൽകിയ ഗാന്ധിജിയുടെ ഒരു വാരികയാണ് ഹരിജൻ. ഗാന്ധിജിയുടെ പ്രധാനപ്പെട്ട പ്രസിദ്ധീകരണങ്ങൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞത് തന്നെ ഒന്നും കൂടെ പറയാം. ഇന്ത്യൻ ഒപ്പീനിയൻ വർഷം 1903 ഗുജറാത്തി, ഹിന്ദി, തമിഴ്, ഇംഗ്ലീഷ് ഭാഷയിൽ പ്രസിദ്ധീകരിച്ചു. യങ് ഇന്ത്യ 1919 ഇംഗ്ലീഷ് ഭാഷയിലും, നവജീവൻ 1919 ഗുജറാത്തി ഭാഷയിലും, ഹരിജൻ 1933 ഇംഗ്ലീഷ്, അതേപോലെ ഹിന്ദി, ഗുജറാത്തി പതിപ്പുകളും അന്ന് ഉണ്ടായിരുന്നു ഹരിജന്. അടുത്തതായി ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ഏതാണ്? ഉത്തരം ചമ്പാരൻ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സത്യാഗ്രഹം ചമ്പാരൻ സത്യാഗ്രഹമാണ്. ചമ്പാരൻ സത്യാഗ്രഹത്തെക്കുറിച്ച് നോക്കാം. മഹാത്മാഗാന്ധിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 ബീഹാർ വെച്ചാണ് ചമ്പാരൻ സത്യാഗ്രഹം നടന്നത്. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. സമരത്തിന്റെ കാരണം നീലം, അതായത് ഇൻഡിഗോ കർഷകരെ യൂറോപ്യൻ ഭൂ ഉടമകൾ ചൂഷണം ചെയ്തതിനെതിരെ നടന്ന ഒരു സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ ശ്രദ്ധയിൽ വിഷയം കൊണ്ടുവന്നതാരാണ്? രാജ്കുമാർ ശുക്ല. ഈ ഒരു വിഷയം ഗാന്ധിജിയെ ശ്രദ്ധയിൽപ്പെടുത്തിയത് രാജ്കുമാർ ശുക്ലയാണ്. ഗാന്ധിജിയെ ചമ്പാരനിലേക്ക് ക്ഷണിച്ച കർഷക നേതാവാണ് രാജ്കുമാർ ശുക്ല. തിങ്കതീയ സമ്പ്രദായത്തെക്കുറിച്ച് നോക്കുമ്പോൾ കർഷകർ സ്വന്തം ഭൂമിയുടെ 20% നിർബന്ധമായും നീലം കൃഷി ചെയ്യണം എന്ന വ്യവസ്ഥയാണ് തിങ്കതീയ സമ്പ്രദായം. അടുത്തതായി ലക്നൗ കോൺഗ്രസ് സമ്മേളനം 1916 പറ്റി നോക്കാം. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം നീലം കർഷകരോട് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത് ബ്രിജ് കിഷോർ പ്രസാദ് ആണ്. 1916 നടന്ന ലക്നൗ കോൺഗ്രസ് സമ്മേളനത്തിൽ ബ്രിജ് കിഷോർ പ്രസാദ് ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരമാണ് നീലം കർഷകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചുകൊണ്ട് പ്രമേയം അവതരിപ്പിച്ചത്. ഇതിൻ്റെ ഒരു അന്വേഷണ കമ്മീഷനൊക്കെ വന്നായിരുന്നു. അതിനെ നിയമിച്ചതാരാണ്? സാർ എഡ്വേർഡ് ഗേറ്റ്. ബീഹാറിൻ്റെയും ഒറീസയുടെയും ലഫ്റ്റനന്റ് ഗവർണറായിട്ടുള്ള സാർ എഡ്വേർഡ് ഗേറ്റ് ആണ് ഇതിൻ്റെ അന്വേഷണ കമ്മീഷൻ നിയമിച്ചത്. ഗാന്ധിജിയും കമ്മീഷനിൽ ഒരു അംഗമായിരുന്നു. ഇതിൻ്റെ സമരഫലം എന്തൊക്കെയാണ്? കമ്മീഷൻ റിപ്പോർട്ട് കർഷകർക്ക് അനുകൂലമായി ലഭിച്ചു. തുടർന്ന് ചമ്പാരൻ അഗ്രിയേറിയൻ ആക്ട് പാസാക്കി തിങ്കതീയ സമ്പ്രദായം അവസാനിപ്പിക്കുന്നതിന് വഴിയൊരുങ്ങി. സമരത്തിന്റെ ഫലമായിട്ട് കമ്മീഷൻ റിപ്പോർട്ട് കർഷകർക്ക് അനുകൂലമായിട്ട് ലഭിച്ചു. ചമ്പാരൻ അഗ്രേറിയൻ ആക്ട് പാസാക്കി തിങ്കതീയ സമ്പ്രദായം അവസാനിപ്പിക്കാനായിട്ട് ഉള്ള വഴി ഒരുങ്ങി. ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളെക്കുറിച്ച് നോക്കാം.
1917 ചമ്പാരൻ സത്യാഗ്രഹം നടന്നു. ഇന്ത്യയിലെ ആദ്യത്തെ ഗാന്ധിജിയുടെ സത്യാഗ്രഹമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അഹമ്മദാബാദ് മിൽ പണിമുടക്ക് നടന്നത് 1918 ആദ്യ തൊഴിലാളി സമരമായിരുന്നു. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ തൊഴിലാളി സമരമാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. 1918 നടന്ന കേദ സത്യാഗ്രഹമാണ് ആദ്യത്തെ കർഷക നികുതി സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ കർഷക നികുതി സത്യാഗ്രഹമാണ് കേദ സത്യാഗ്രഹം. വർഷം 1918. അടുത്ത ചോദ്യം, ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായിട്ടുള്ള സംഭവം ഏതാണ്? ഉത്തരം ചൗരി ചൗര സംഭവം. ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം നിർത്തിവെക്കാൻ കാരണമായ സംഭവം ചൗരി ചൗര സംഭവമാണ്. ചൗരി ചൗര സംഭവത്തെ എന്താണെന്ന് നോക്കുമ്പോൾ അത് നടന്നത് 1922 ഫെബ്രുവരി 5 ചൗരി ചൗര എന്ന ഗോരഖ്പൂരിൽ ഉള്ള ഒരു ജില്ലയിലാണ്. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലാണ് ചൗരി ചൗര സ്ഥിതി ചെയ്യുന്നത്. 1922 ഫെബ്രുവരി 5 ഈ സംഭവം നടന്നത്. നിസ്സഹകരണ പ്രസ്ഥാനത്തിന്റെ ഭാഗമായി പ്രകടനം നടത്തിയ ജനക്കൂട്ടത്തിന് നേരെ പോലീസ് വെടിവെച്ചു. പ്രതിഷേധക്കാർ ചൗരി ചൗര പോലീസ് സ്റ്റേഷന് തീ കൊളുത്തി. 22 പോലീസുകാർ കൊല്ലപ്പെട്ടു. ഇതാണ് ചൗരി ചൗര സംഭവം. വർഷം 1922 ഫെബ്രുവരി 5 ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരി ചൗര എന്ന സ്ഥലത്ത്. ഗാന്ധിജിയുടെ നടപടി. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിക്കാൻ തീരുമാനിച്ചു. അതെന്നാണ്? 1922 ഫെബ്രുവരി 11. പ്രസ്ഥാനം ഔദ്യോഗികമായി നിർത്തലാക്കിയത് 1922 ഫെബ്രുവരി 12. ഗാന്ധിജിയുടെ അറസ്റ്റിനെ പറ്റി നോക്കാം. 1922 മാർച്ച് 10 ഗാന്ധിജിയെ അറസ്റ്റിലാക്കി. ഗാന്ധിജിയെ അന്ന് തടവിലാക്കിയ ജയിൽ ഏർവാദ ജയിൽ, പൂനെയിലുള്ള ഏർവാദ ജയിലിലാണ് ഗാന്ധിജിയെ 1922 മാർച്ച് 10 തടവിലാക്കിയത്. ചൗരി ചൗര സംഭവത്തിന്റെ ഫലങ്ങൾ എന്തൊക്കെയാണ്? നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് താൽക്കാലിക തിരിച്ചടിയുണ്ടായി. ഗാന്ധിജിയെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റും ചെയ്തു. നിസ്സഹകരണ പ്രസ്ഥാനം അവസാനിപ്പിച്ചു. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് താൽക്കാലികമായിട്ടുള്ള ഒരു തിരിച്ചടിയുണ്ടായി. ഗാന്ധിജിയെ ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്തു. ഇതാണ് ചൗരി ചൗര സംഭവത്തിന്റെ അനന്തര ഫലങ്ങൾ. പ്രധാനപ്പെട്ട അഭിപ്രായങ്ങൾ. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച നടപടിയെ ദേശീയ ദുരന്തം, നാഷണൽ കലാമിറ്റി എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സുഭാഷ് ചന്ദ്രബോസ്. നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ച ഗാന്ധിജിയുടെ നടപടിയെ ദേശീയ ദുരന്തം അതായത് നാഷണൽ കലാമിറ്റി എന്ന് വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസ് ആണ്. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ കൂട്ടത്തിൽ നിന്നും ശരിയായ ഉത്തരം കണ്ടെത്തുക. 1 ബർദോളി, 2 ചമ്പാരൻ, 3 കേദ, 4 അഹമ്മദാബാദ്. ഇതിൽ ചമ്പാരനും കേദയും അഹമ്മദാബാദും മാത്രമാണ് ശരിയായി വരുന്നത്. ബർദോളി ഇപ്പോൾ പിന്നെ നടന്നത്. ഗാന്ധിജിയുടെ ആദ്യകാല 3 സമരങ്ങൾ ചമ്പാരൻ, അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, കേദ സത്യാഗ്രഹം എന്നിവയാണ്. അപ്പോൾ അവ ഓരോന്നും ഡീറ്റെയിൽ നോക്കാം. ചമ്പാരൻ സത്യാഗ്രഹം നടന്ന വർഷം 1917 ബീഹാറിലാണ് നടന്നത്. അതിന്റെ പ്രശ്നം എന്താണ്? നീലം കർഷകരുടെ ചൂഷണം. ഇന്ത്യയിൽ ഗാന്ധിജിയുടെ ആദ്യത്തെ സത്യാഗ്രഹമായ ചമ്പാരൻ സത്യാഗ്രഹം ബീഹാറിൽ നടന്നു. വർഷം 1917. നീലം കർഷകരുടെ ചൂഷണത്തിനെതിരെ നടന്ന ഗാന്ധിജിയുടെ ആദ്യത്തെ ഇന്ത്യയിൽ നടന്ന ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അടുത്തതായി അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം. അതെന്നാണ് നടന്നത്? 1918 ഗുജറാത്തിൽ നടന്നു. 1918 ഗുജറാത്തിൽ നടന്നതാണ് അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം. പ്രശ്നം എന്താണ്? തൊഴിലാളിയുടെ വേതന വർധന. വേതനം തൊഴിലാളികൾക്ക് വർദ്ധിപ്പിച്ചു കിട്ടാൻ വേണ്ടി ഗാന്ധിജിയുടെ ആദ്യത്തെ തൊഴിലാളി സമരമാണ് അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം. ഗാന്ധിജിയുടെ തന്നെ ആദ്യത്തെ നിരാഹാര സമരം കൂടിയാണ് അഹമ്മദാബാദ് മിൽ പണിമുടക്ക്. അഹമ്മദാബാദ് മിൽ തൊഴിലാളി സമരം അഥവാ അഹമ്മദാബാദ് മിൽ പണിമുടക്ക് നടന്ന വർഷം 1918 ഗുജറാത്തിലാണ് നടന്നത്. അടുത്തതായി കേദ സത്യാഗ്രഹം. വർഷം 1918 ഗുജറാത്തിൽ ഉള്ള ഒരു സ്ഥലമാണ് കേദ. പ്രശ്നം എന്താണ്? കാർഷിക നികുതി, റവന്യൂ ഒഴിവാക്കുക എന്നതാണ് പ്രശ്നം.
ഗാന്ധിജിയുടെ ആദ്യത്തെ കർഷക നികുതി സത്യാഗ്രഹമാണ് കേദാ സത്യാഗ്രഹം. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ കർഷക നികുതി സത്യാഗ്രഹമാണ് കേദാ സത്യാഗ്രഹം. കേദാ സത്യാഗ്രഹം നടത്തിയതാരാണ്? മഹാത്മാഗാന്ധി. പ്രധാനപ്പെട്ട സഹപ്രവർത്തകർ സർദാർ വല്ലഭായ് പട്ടേൽ, ഇന്ദുലാൽ യാഗ്നിക് എന്നിവരാണ് ഗാന്ധിജിയോടൊപ്പം ചേർന്ന് പ്രവർത്തിച്ചവർ. ഗവൺമെന്റ് പിടിച്ചെടുത്ത കൃഷിഭൂമിയിൽ ഉള്ള വിളവെടുത്ത് കർഷകർക്ക് നൽകാൻ ഗാന്ധിജി ആഹ്വാനം ചെയ്തു. ഇതിന് നേതൃത്വം നൽകിയിരുന്ന മോഹൻലാൽ പാണ്ഡ്യ പിന്നീട് ഉള്ളി ചോരൻ, അതായത് ഡംഗ്ലി ചോർ എന്ന് അറിയപ്പെട്ടു. ഉള്ളിക്കള്ളൻ. അതാരാണ്? മോഹൻലാൽ പാണ്ഡ്യ. അടുത്തതായി ബർദോളി സത്യാഗ്രഹത്തെക്കുറിച്ച് നോക്കാം. വർഷം 1928 ബർദോളി സത്യാഗ്രഹം. അതുകൊണ്ടാണ് നമ്മൾ ഈ ഓപ്ഷനിൽ ബർദോളിയെ ഒഴിവാക്കിയത്. ആദ്യം നടന്ന 3 ഏതൊക്കെയാണ്? ചമ്പാരനും അഹമ്മദാബാദ് മിൽ പണിമുടക്ക്, കേദാ സത്യാഗ്രഹമാണ്. ഏറ്റവും അവസാനം ബർദോളി സത്യാഗ്രഹം നടന്നത് 1928. സർദാർ വല്ലഭായ് പട്ടേലാണ് നേതൃത്വം നൽകിയത്. അടുത്ത ചോദ്യമായി താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന തിരഞ്ഞെടുക്കുക. 1. നീലം കർഷകരുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം. അത് ശരിയാണ്, നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. കർഷക തൊഴിലാളിയുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി നടത്തിയ സമരമായിരുന്നു അഹമ്മദാബാദ് സത്യാഗ്രഹം. അത് തെറ്റാണ്. തുണിമിൽ തൊഴിലാളിയുടെ പ്രശ്ന പരിഹാരമായിരുന്നു ഗാന്ധിജി നടത്തിയ കേദാ സത്യാഗ്രഹത്തിന്റെ ലക്ഷ്യം. അതും തെറ്റാണ്. 4. സിവിൽ നിയമലംഘന പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ഗാന്ധിജി സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കാൻ ആവശ്യപ്പെട്ടു. അത് ശരിയാണ്. 1ഉം 4ഉം മാത്രമാണ് ഇതിൽ ശരിയായിട്ടുള്ളത്, ശരിയായ പ്രസ്താവന. ചമ്പാരൻ സത്യാഗ്രഹം 1917 നടന്നു. നീലം കർഷകരുടെ ചൂഷണവുമായി ബന്ധപ്പെട്ട്. അത് ശരിയാണ്. ഇനി 2 തെറ്റാണെന്ന് പറയാൻ കാരണം അഹമ്മദാബാദ് മിൽ സമരം 1918 കർഷക തൊഴിലാളികളുടേതല്ല. അത് തുണിമിൽ തൊഴിലാളിയുടെ വേതനവുമായി ബന്ധപ്പെട്ട ഒരു സമരമാണ്. ഇനി 3ാമത്തെ സ്റ്റേറ്റ്മെന്റ് തെറ്റെന്ന് പറയാൻ കാരണം കേദാ സത്യാഗ്രഹം 1918 തുണിമിൽ തൊഴിലാളികൾക്ക് വേണ്ടിയല്ല. അത് കർഷക നികുതി ഒഴിവാക്കണമെന്നാവശ്യപ്പെട്ട് കർഷകർ നടത്തിയ സമരമാണ് കേദാ സത്യാഗ്രഹം 1918. 2ഉം 3ഉം സ്റ്റേറ്റ്മെന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. അതാണ് തെറ്റാൻ കാരണം. 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. സിവിൽ നിയമലംഘന പ്രസ്ഥാനം 1930 ഭാഗമായി ഗാന്ധിജി ഉപ്പ് നിയമം ലംഘിച്ചു. വിദേശ വസ്ത്രം ബഹിഷ്കരണം പ്രോത്സാഹിപ്പിച്ചു. സമ്പൂർണ്ണ മദ്യ നിരോധനവും ആവശ്യപ്പെട്ടു. അതുകൊണ്ട് 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അഹമ്മദാബാദ് മിൽ സമരത്തെക്കുറിച്ച് ഒന്നും കൂടെ ഡീറ്റെയിൽ ആയി നോക്കാം. 1918 നടന്നു. ഗുജറാത്തിലെ അഹമ്മദാബാദ് എന്ന സ്ഥലത്ത്. പ്രശ്നം എന്താണ്? തുണിമിൽ തൊഴിലാളിയുടെ വേതന വർധന. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന ആദ്യത്തെ നിരാഹാര സമരമാണ്. ഗാന്ധിജിയെ സമീപിച്ചത് ആരാണ്? അനസൂയ ബഹൻ. ഗാന്ധിജിയെ ഇതുമായി ബന്ധപ്പെട്ട് സമീപിച്ചത് അനസൂയ ബഹൻ. പ്രധാനപ്പെട്ട ആവശ്യം പ്ലേഗ് ബോണസുമായി ബന്ധപ്പെട്ട് 35% വേതനം വർദ്ധിപ്പിച്ച് കിട്ടണം എന്നതാണ് അവരുടെ പ്രധാനപ്പെട്ട ആവശ്യം ഉന്നയിച്ചത്. അടുത്ത ചോദ്യമായി ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം ഏതായിരുന്നു? ഗാന്ധിജി പങ്കെടുത്ത വട്ടമേശ സമ്മേളനം 2ാം വട്ടമേശ സമ്മേളനമാണ്. 2ാം വട്ടമേശ സമ്മേളനം 1931 നടന്നത്. നമുക്ക് അതൊക്കെ നോക്കാം. ആദ്യമായി 1ാം വട്ടമേശ സമ്മേളനത്തെ കുറിച്ച് നോക്കാം. കാലയളവ് 1930 നവംബർ 12 മുതൽ 1931 ജാനുവരി 19 വരെയാണ് 1ാം വട്ടമേശ സമ്മേളനം നടന്നത്. സ്ഥലം എവിടാണ്? ലണ്ടൻ. ലണ്ടനിൽ വെച്ച് നടന്നു. അതിൽ പങ്കെടുത്ത ഇന്ത്യൻ വൈസ്രോയി ഇർവിൻ പ്രഭു ആണ്. ഉദ്ഘാടനം ചെയ്തത് ജോർജ് അഞ്ചാമനാണ്. ഇത് ഉദ്ഘാടനം ചെയ്തത്. അതിൽ ഇന്ത്യയിലെ വൈസ്രോയി ആയിട്ട് ഇർവിൻ പ്രഭു ആണ് പങ്കെടുത്തത്. സ്ഥലം എവിടെയാണ്? ലണ്ടൻ. അധ്യക്ഷനായി ഇരുന്നത് റാംസെ മക്ഡൊണാൾഡ്. ബ്രിട്ടീഷ് പ്രധാനമന്ത്രിയായിട്ടുള്ള റാംസെ മക്ഡൊണാൾഡ് ആണ് 1ാം വട്ടമേശ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ. പങ്കെടുത്ത പ്രമുഖർ ഡോക്ടർ BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, അഗാഖാൻ, പിന്നെ തേജ് ബഹദൂർ സപ്രു എന്നിവരാണ് പങ്കെടുത്ത പ്രമുഖരായിട്ടുള്ള വ്യക്തിത്വങ്ങൾ. 1ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്ത പ്രധാനപ്പെട്ട വ്യക്തികളാണ് ഡോക്ടർ BR അംബേദ്കർ, മുഹമ്മദ് അലി ജിന്ന, അഗാഖാൻ, തേജ് ബഹദൂർ സപ്രു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഇതിൽ പങ്കെടുത്തില്ല. INC 1ാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല, അതിൽ നിന്നും വിട്ടുനിന്നു. 2ാം വട്ടമേശ സമ്മേളനം ഇത് ആരംഭിച്ചത് 1931 സെപ്റ്റംബർ 7 ലണ്ടനിൽ തന്നെയാണ് നടന്നത്. പ്രത്യേകത
ഗാന്ധിജി പങ്കെടുത്ത ഏക വട്ടമേശ സമ്മേളനമാണ് രണ്ടാം വട്ടമേശ സമ്മേളനം. അതിൽ പങ്കെടുത്ത ഇന്ത്യൻ വൈസ്രോയ് ലോർഡ് വെല്ലിംഗ്ടൺ. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നുകൊണ്ടിരുന്നപ്പോൾ ഇന്ത്യയുടെ വൈസ്രോയ് ലോർഡ് വെല്ലിംഗ്ടൺ കോൺഗ്രസ് അന്ന് പങ്കെടുത്തു. അപ്പോൾ കോൺഗ്രസിനെ പ്രതിനിധീകരിച്ച് കൊണ്ടുപോയതാണ് മഹാത്മാഗാന്ധി. മഹാത്മാഗാന്ധി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചാണ് രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തത്. അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധീകരിച്ചത് ഡോക്ടർ BR അംബേദ്കർ ആണ്. രണ്ടാം വട്ടമേശ സമ്മേളനത്തിൽ അധസ്ഥിത വിഭാഗത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് ഡോക്ടർ BR അംബേദ്കർ. ഇന്ത്യൻ വനിതകളെ പ്രതിനിധീകരിച്ചത് സരോജിനി നായിഡു. നാട്ടുരാജ്യങ്ങളെ പ്രതിനിധീകരിച്ചത് സർ KM പണിക്കർ. ഹിന്ദു മഹാസഭയെ പ്രതിനിധീകരിച്ച് പങ്കെടുത്തത് മദൻ മോഹൻ മാളവ്യ. ഗാന്ധിജി ലണ്ടനിലേക്ക് യാത്ര ചെയ്ത കപ്പൽ ഏതാണ്? SS രജപുത്താന. ഗാന്ധിജിയുടെ ഉപദേശകൻ മദൻ മോഹൻ മാളവ്യ. ഇമ്പോർട്ടൻ്റ് ചോദ്യങ്ങളാണ്. അധസ്ഥിത വിഭാഗത്തെ അവർക്ക് വേണ്ടി പങ്കെടുത്തത് ഡോക്ടർ BR അംബേദ്കർ. വനിതകൾക്ക് വേണ്ടി, ഇന്ത്യൻ വനിതകൾക്ക് വേണ്ടി പ്രതിനിധീകരിച്ചു പങ്കെടുത്തത് സരോജിനി നായിഡു. നാട്ടുരാജ്യങ്ങൾക്ക് വേണ്ടി സർ KM പണിക്കർ. ഹിന്ദു മഹാസഭ മദൻ മോഹൻ മാളവ്യ. ഗാന്ധിജി ലണ്ടനിലേക്ക് ഇനി യാത്ര ചെയ്ത കപ്പൽ ഏതാണ്? SS രജപുത്താന. ഗാന്ധിജിയുടെ ഉപദേശകൻ ആരാണ്? മദൻ മോഹൻ മാളവ്യ. അടുത്തതായി മൂന്നാം വട്ടമേശ സമ്മേളനവുമായി ബന്ധപ്പെട്ട കാര്യം നോക്കുമ്പോൾ, മൂന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1932 നവംബർ 17 മുതൽ ഡിസംബർ 24 വരെയാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മൂന്നാം വട്ടമേശ സമ്മേളനത്തിൽ പങ്കെടുത്തില്ല. ഫലം: 1933 ധവളപത്രം വൈറ്റ് പേപ്പർ പ്രസിദ്ധീകരിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് പാസാക്കി. മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത ദേശീയ നേതാക്കൾ ആരാണ്? ഡോക്ടർ BR അംബേദ്കറും തേജ് ബഹദൂർ സപ്രു എന്നിവരാണ്. മൂന്ന് വട്ടമേശ സമ്മേളനത്തിലും പങ്കെടുത്ത പ്രമുഖ വ്യക്തികളാണ് ഡോക്ടർ BR അംബേദ്കർ, തേജ് ബഹദൂർ സപ്രു. അടുത്ത ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. 1. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. അത് ശരിയാണ്. രണ്ടാമത്തത്, ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13-നാണ്. അത് തെറ്റാണ്. കാരണം ജാലിയൻ വാലാബാഗ് നടന്ന എന്നാണെന്ന് നമുക്കറിയാം. 1919 ഏപ്രിൽ 13-നാണ് ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത്. അതുകൊണ്ട് അത് തെറ്റാണ്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. നാലാമത്തെ സ്റ്റേറ്റ്മെന്റ് ആയിട്ട് രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അത് നമ്മളിപ്പോൾ പഠിച്ചേ ഉള്ളൂ. അത് ശരിയാണ്. അപ്പോൾ ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1, 3, 4 എന്നിവയാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യം ശരിയാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്ന തീയതി തെറ്റിപ്പോയി. 1919 ഏപ്രിൽ 13-നാണ് നടന്നത്. 1948 ജനുവരി 20-ന് ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നായിരുന്നു. അത് ശരിയാണ്. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബർ മാസത്തിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അതും ശരിയാണ്. അടുത്ത, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി നോക്കാം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല 1919 ഏപ്രിൽ 13-ന് പഞ്ചാബിലെ അമൃത്സറിൽ ആണ് നടന്നത്. ഇതിൻ്റെ കാരണം റൗലറ്റ് ആക്ടിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് അറസ്റ്റിലായ പ്രധാനപ്പെട്ട നേതാക്കളാണ് ഡോക്ടർ സത്യപാൽ, സൈഫുദ്ദീൻ കിച്ലു. ഇവരെ അറസ്റ്റിലായ തീയതി 1919 ഏപ്രിൽ 10-നാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പൊതുയോഗം നിരോധിച്ചത് ജനറൽ റെജിനാൾഡ് ഡയറാണ്. CRPC വകുപ്പ് 144 പ്രകാരമാണ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു വെടിവെപ്പിന് ഉത്തരവിട്ടത് ജനറൽ ഡയറാണ്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ തുടർന്ന് വെടിവെപ്പിന് ഉത്തരവിട്ടത് ജനറൽ ഡയർ. ഔദ്യോഗിക മരണസംഖ്യ, അന്ന് വെടിവെപ്പിൽ മരണസംഖ്യ 379 ആണ്.
പരിക്കേറ്റവർ 1500 അധികം പേരും വരും. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയിൽ ഏകദേശം 379 പേർക്ക് മരണമടഞ്ഞു, 1500 പേർ പരിക്കേറ്റും പോയി. അന്നത്തെ വൈസ്രോയ്, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടത്തിയ വൈസ്രോയ് ലോർഡ് ചെംസ്ഫോർഡ് പ്രഭുവാണ്. ലോർഡ് ചെംസ്ഫോർഡ്. അന്വേഷണം നടത്തിയ കമ്മീഷൻ, ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലയെ പറ്റി അന്വേഷണം നടത്തിയ കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. ഇമ്പോർട്ടൻ്റ് ചോദ്യം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല അന്വേഷിച്ച കമ്മീഷൻ ഹണ്ടർ കമ്മീഷൻ. അന്ന് പഞ്ചാബിലെ ലെഫ്റ്റനന്റ് ഗവർണറായിട്ടിരുന്നത് സാർ മൈക്കൽ ഒ ഡയർ. പഞ്ചാബിലെ ലെഫ്റ്റനന്റ് ഗവർണറായിട്ട് അന്നുണ്ടായിരുന്നത് സാർ മൈക്കൽ ഒ ഡയർ ആണ്. മൈക്കൽ ഒ ഡയറിനെ വധിച്ചത് ഉദ്ധം സിംഗ് ആണ്. മൈക്കൽ ഒ ഡയറിനെ ലണ്ടനിൽ പോയി കാക്സ്റ്റൺ ഹാളിൽ വെച്ച് വധിച്ചത് ഉദ്ധം സിംഗ്. 1940 മാർച്ച് 13 കാക്സ്റ്റൺ ഹാളിൽ വെച്ചാണ് ഉദ്ധം സിംഗ് പോയി മൈക്കൽ ഒ ഡയറിനെ വധിച്ചു. ഉദ്ധം സിംഗിനെ പക്ഷേ തൂക്കിലേറ്റി. അതിൻ്റെ തീയതി 1940 ജൂലൈ 31. ഉദ്ധം സിംഗിനെ തൂക്കിലേറ്റിയത് 1940 ജൂലൈ 31. അടുത്ത ചോദ്യം. ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ആര്? ഗാന്ധിജിയും അരാജകത്വവും എന്ന ഗ്രന്ഥം രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. പ്രധാനപ്പെട്ട ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട ഗ്രന്ഥങ്ങളും അതിൻ്റെ രചയിതാക്കളും. പ്രധാന ഗ്രന്ഥങ്ങളും അതിൻ്റെ രചയിതാക്കളെ പറ്റി നോക്കാം. ഗാന്ധിജി ആൻഡ് അനാർക്കി എന്ന ഗ്രന്ഥം, ഗാന്ധിജിയും അരാജകത്വവും രചിച്ചത് ചേറ്റൂർ ശങ്കരൻ നായർ. അത് പ്രസിദ്ധീകരിച്ചത് 1922 നിസ്സഹകരണ പ്രസ്ഥാനത്തെയും ഗാന്ധിജിയുടെ രാഷ്ട്രീയ സമീപനത്തെയും വിമർശിച്ചുകൊണ്ട് എഴുതിയതാണ് ഗാന്ധിജി ആൻഡ് അനാർക്കി. ഗാന്ധിജി ഓൺ നോൺ വയലൻസ് എന്ന കൃതി തോമസ് മോർട്ടൺ ആണ് രചിച്ചത്. ഗാന്ധിജി ഓൺ നോൺ വയലൻസ്, തോമസ് മോർട്ടൺ. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി എന്ന ഗ്രന്ഥം ലൂയിസ് ഫിഷർ ആണ് എഴുതിയത്. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി, ലൂയിസ് ഫിഷർ. ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ, ജോസഫ് ലെലിവെൽഡ്. ജോസഫ് ലെലിവെൽഡ് രചിച്ചതാണ് ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ. അൺടു ദിസ് ലാസ്റ്റ്, അൺടു ദിസ് ലാസ്റ്റ് രചിച്ചത് ജോൺ റസ്കിൻ. ജോൺ റസ്കിൻ്റെ കൃതിയാണ് അൺടു ദിസ് ലാസ്റ്റ്. ഡേ ടു ഡേ വിത്ത് ഗാന്ധി, മഹാദേവ് ദേശായി. ഡേ ടു ഡേ വിത്ത് ഗാന്ധി, മഹാദേവ് ദേശായി. ഒന്നും കൂടെ നോക്കാം. ഗാന്ധി ആൻഡ് അനാർക്കി, ചേറ്റൂർ ശങ്കരൻ നായർ. ഗാന്ധി ഓൺ നോൺ വയലൻസ്, തോമസ് മോർട്ടൺ. ദ ലൈഫ് ഓഫ് മഹാത്മാഗാന്ധി, ലൂയിസ് ഫിഷർ. ഗ്രേറ്റ് സോൾ മഹാത്മാഗാന്ധി ആൻഡ് ഹിസ് സ്ട്രഗിൾ വിത്ത് ഇന്ത്യ, ജോസഫ് ലെലിവെൽഡ്. അൺടു ദിസ് ലാസ്റ്റ്, ജോൺ റസ്കിൻ. ഡേ ടു ഡേ വിത്ത് ഗാന്ധി, മഹാദേവ് ദേശായി എന്നീ തുടങ്ങിയ ഗ്രന്ഥങ്ങളാണ് ഗാന്ധിജിയുമായി ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട ആയിട്ട് വരുന്ന ഗ്രന്ഥങ്ങളും അതിൻ്റെ രചിച്ചവരെ നമ്മളിപ്പോൾ നോക്കി. ഇനി ഗാന്ധിജിയുമായി ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 3 ഗ്രന്ഥങ്ങളുണ്ട്. ഗാന്ധിജിയെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 3 ഗ്രന്ഥങ്ങളാണ് അൺടു ദിസ് ലാസ്റ്റ്, ജോൺ റസ്കിൻ്റെ അൺടു ദിസ് ലാസ്റ്റും, അതേപോലെ ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു. ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു ലിയോ ടോൾസ്റ്റോയുടെയാണ്. ലിയോ ടോൾസ്റ്റോയ് എഴുതിയതാണ് ദ കിങ്ഡം ഓഫ് ഗോഡ് ഈസ് വിത്തിൻ യു എന്ന കൃതി. ആ ഒരു ഗ്രന്ഥം ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ഒരു ഗ്രന്ഥമാണ്. അതേപോലെ ഭഗവത്ഗീത, ഭഗവത്ഗീതയും ഗാന്ധിജിയെ ഏറ്റവും അധികം സ്വാധീനിച്ച ഗ്രന്ഥത്തിൽ വരുന്ന ഒന്നാണ്. സോ ഫ്രണ്ട്സ്, ഇതോടുകൂടി നമ്മൾ ഹിസ്റ്ററിയിൽ നിന്നും പ്രധാനമായും ഗാന്ധിയുമായി ബന്ധപ്പെട്ട സമരങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഉദ്ദേശിച്ച് നോക്കിയത്. നിങ്ങൾക്ക് ഇതുപോലുള്ള PSC റിലേറ്റഡ് ടോപ്പിക് വൈസ് വീഡിയോസും മറ്റേ റാങ്ക് ഫയൽ എക്സ്പ്ലനേഷനും ഒക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ ഇതുവരെയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തുടർന്ന് കാണുന്ന ബെൽ ബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചാൽ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻസ് ആയിട്ട് ലഭിക്കുന്നതാണ്. ഇതുപോലുള്ള കൂടുതൽ യൂസ്ഫുൾ വീഡിയോസുമായി ഞാൻ വീണ്ടും വരുന്നതാണ്. ഏവർക്കും നന്ദി, നമസ്കാരം.